أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر أن الله أنزل من السماء ماء فأخرجنا به ثمرات مختلفا ألوانها ومن الجبال جدد بيض وحمر مختلف ألوانها وغرابيب سود ومن الناس والدواب والأنعام مختلف ألوانه كذلك إنما يخشى الله من عباده العلماء إن الله عزيز غفور. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. والذي أوحينا إليك من الكتاب هو الحق مصدقا لما بين يديه إن الله بعباده لخبير بصير. ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد حمدا كثيرا طيبا مباركا فيه. സ്നേഹാദരണീയരായ ലേന്തി ഖുർആൻ പഠിതാക്കളെ, പരിശുദ്ധ ഖുർആൻ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിൻ്റെ 26 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ 27 മുതൽ 32 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ സത്യവിശ്വാസവും സത്യനിഷേധവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചൊക്കെ വിശദീകരിച്ചിരുന്നു. പല കാര്യങ്ങളും വിഭിന്നമാകുന്നത് പോലെ ളുലുമാത്തും നൂറും വ്യത്യാസമാകുന്നത് പോലെ ളില്ലും ഹറൂറും തണലും സൂര്യോഷ്ണവും സമമാകാത്തതുപോലെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമമാകാത്തതുപോലെ കാഴ്ചയുള്ളവനും ആമയും വൽ ബസീർ കാഴ്ചയില്ലാത്തവനും അന്ധനും സമമാവുകയില്ല എന്നതുപോലെ സത്യവിശ്വാസികളും സത്യനിഷേധികളും ഒരിക്കലും സമമല്ല എന്നും അള്ളാഹുങ്കൽ വിജയിക്കുന്നത് സത്യവിശ്വാസികളാണെന്നുമൊക്കെയുള്ള താക്കീതുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയായിരുന്നു. അതോടൊപ്പം പ്രവാചകനോട് നീ ഒരു താക്കീതുകാരനല്ലാതെ മറ്റാരുമില്ല, ജനങ്ങൾക്ക് മാർഗദർശനം നൽകാൻ ഒരു താക്കീതുകാരനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യങ്ങളാണ് അള്ളാഹു കഴിഞ്ഞ ആയത്തുകളിലൂടെ വിശദീകരിക്കപ്പെട്ടത്. ബഷീറം വ നദീറ എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എല്ലാ സമൂഹങ്ങളിലേക്കും ഇതുപോലെ അള്ളാഹു നിർണയിക്കുന്നത് പോലെ ഓരോ ദൂതന്മാരെ അയച്ചിട്ടുണ്ട് എന്നും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്നാൽ മുൻ സമൂഹങ്ങളിൽ അത്തരം പ്രവാചകന്മാരെ നിഷേധിച്ച്
തള്ളിയ ആളുകളെ അള്ളാഹു ശിക്ഷിച്ചതിൻ്റെ ഉദാഹരണങ്ങളും പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി കാണാൻ സാധിക്കും. ഇതൊക്കെ ഈ സമൂഹത്തിന് വലിയ ദൃഷ്ടാന്തമാണ് എന്ന്, പാഠമാണ് എന്ന് വിശദീകരിക്കുകയായിരുന്നു കഴിഞ്ഞ വചനങ്ങളിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. 27 മുതലുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് അലം തറ, അല്ലാഹ് പറയണം അലം തറ, നീ കണ്ടില്ലേ, അന്നല്ലാഹ അൻസല, അല്ലാഹു ഇറക്കിയിട്ടുള്ളത്, മിനസ്സമായി, ആകാശത്തു നിന്ന്, മാഅൻ, വെള്ളത്തെ, ഫഅഖ്റജ്നാ ബിഹി, എന്നിട്ട് അതുമൂലം നാം പുറപ്പെടുവിച്ചു. അള്ളാഹു ആ വെള്ളം മുഖേന ഭൂമിയിലേക്ക് പെയ്യിപ്പിച്ച് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു. സമറാത്തിൻ, സമറാത്ത് എന്ന് പറഞ്ഞാൽ ഫലവർഗങ്ങൾ, ഫലങ്ങൾ. എങ്ങനെയുള്ള ഫലങ്ങൾ? മുഖ്തലിഫൻ, വ്യത്യസ്തമായിട്ടുള്ള, അൽവാനുഹ, അതിൻ്റെ വർണ്ണങ്ങൾ, അതിൻ്റെ നിറങ്ങൾ. ഒമിനൽ ജിബാലി, മലകളിലുണ്ട്, ജുദദുൻ, വഴികളുണ്ട്, ബീളുൻ, വെളുത്ത വഴികളുണ്ട്, വഹുമ്രുൻ, ചുവന്നവയുമുണ്ട്, മുഖ്തലിഫുൻ അൽവാനുഹ, അവയുടെ വർണ്ണങ്ങൾ വ്യത്യസ്തമായതാണ്. അറാബീബു, കറുത്തിരുണ്ട, കാക്കയെപ്പോലെ കറുത്തിരുണ്ട, സൂദുൻ, കറുത്ത, ആ നിലക്കുള്ള വഴികളും അതിനുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അലം തറ അന്നല്ലാഹ അൻസല മിനസ്സമാഇ മാഅൻ ഫഅഖ്റജ്നാ ബിഹി സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹ വമിനൽ ജിബാലി ജുദദുൻ ബീളുൻ വഹുമ്റുൻ മുഖ്തലിഫുൻ അൽവാനുഹ വഗറാബീബു സൂദ്. അള്ളാഹു ആകാശത്ത് നിന്ന് വെള്ളമിറക്കിയിട്ടുള്ളത് നീ കണ്ടില്ലേ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. അലം തറ, നീ കണ്ടില്ലേ, അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, അൻസല മിനസ്സമായി, ആകാശത്തു നിന്ന് മഴയെ വർഷിപ്പിക്കുന്നത്. എന്നിട്ടോ ഫഅഖ്റജ്നാ ബിഹി, അള്ളാഹു പുറത്തു കൊണ്ടുവരുന്നു, അതിൽ നിന്ന് അള്ളാഹു ഉൽപ്പാദിപ്പിക്കുന്നു. സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹ, വ്യത്യസ്തമായ നിറങ്ങളുള്ള, വർണ്ണങ്ങളുള്ള ഫലവർഗങ്ങളെ. ഒമിനൽ ജിബാലി, അതുപോലെ തന്നെ മലകളും അതുപോലെ കാണാൻ സാധിക്കും. എങ്ങനെയുള്ള മലകളാണ്? വ്യത്യസ്തങ്ങളായ വർണ്ണങ്ങളുള്ള, വെളുപ്പും ചുമപ്പും ഒക്കെ നിറഞ്ഞ, തെളിഞ്ഞ അത്തരം വഴികളും മലകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ കറുത്തതുമുണ്ട്, സൂദ്, കറുത്ത, തനി കറുത്തിരുണ്ട വഴികളും കാണാൻ സാധിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വിശദീകരിക്കുന്ന കാര്യം, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൽ അതിൻ്റെ വൈവിധ്യങ്ങളും അതിൻ്റെ വ്യത്യാസങ്ങളും ഒക്കെയാണ് അതിൽ വിശദീകരിക്കുന്നത്. ഒരേ രൂപത്തിലുള്ള സൃഷ്ടികളിൽ പോലും വ്യത്യസ്തമായ രൂപവും ഘടനയും ഒക്കെ സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു വലിയ ദൃഷ്ടാന്തമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. 28-ാമത്തെ ആയത്തും കൂടെ നമുക്ക് നോക്കാം. ഒ മിനന്നാസി വദ്ദവാബി, അള്ളാഹ് പറയാണ്, ഒ മിനന്നാസി, മനുഷ്യരിലുണ്ട്, വദ്ദവാബ്, ജീവജന്തുക്കളിലുമുണ്ട്, വൽ അൻആമി, കന്നുകാലികളിലും, ആട് പോലെ, മാട്, ഒട്ടകം, ഇതിലൊക്കെ ഉണ്ട്. മുഖ്തലിഫുൻ അൽവാനുഹു, വ്യത്യസ്തമായ വർണ്ണങ്ങളുള്ള, വ്യത്യസ്തമായ നിറങ്ങളിലുള്ളത്. കദാലിക, അതുപോലെ, ഇന്നമാ യഖ്ഷ, തീർച്ചയായും ഭയപ്പെടുന്നു, അള്ളാഹുവിനെ ഭയപ്പെടുന്നു. ഇന്നമാ യഖ്ഷ അല്ലാഹ, അള്ളാഹുവിനെ ഭയപ്പെടുന്നു. മിൻ ഇബാദിഹി, അവൻ്റെ അടിയാന്മാരിൽ, അടിമകളിൽ. അൽ ഉലമാഉ, അറിവുള്ളവൻ, ആലിമായിട്ടുള്ളവൻ. ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, അസീസുൻ, പ്രതാപശാലിയാണ്, ഗഫൂറുൻ, വളരെ അങ്ങേയറ്റം പൊറുക്കുന്നവനുമാണ്. അപ്പോൾ ഈ രണ്ടായത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൽ വൈവിധ്യങ്ങളുണ്ട്. പല പല രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, പല പല വർണ്ണങ്ങൾ കാണാൻ സാധിക്കും. അതിലൊക്കെ വല്ലാത്ത അത്ഭുതങ്ങൾ, ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ആകാശത്തുനിന്ന് മഴ പെയ്യിപ്പിച്ച് ഭൂമിയിലേക്ക് ഒരേ വെള്ളം പൂഴ്ന്നിറങ്ങി, അതുപോലെ തന്നെ ഒരേ രൂപത്തിലുള്ള മണ്ണിൽ തളിർത്തു വരുന്ന വ്യത്യസ്തമായ ചെടികൾ, അതിൽ വ്യത്യസ്തങ്ങളായ
പഴവർഗ്ഗങ്ങൾ, ഫലങ്ങൾ, ഇതൊക്കെ അത്ഭുതമാണ്. ഒരേ വെള്ളമാണ് ഇറങ്ങുന്നത്, ഒരേ മണ്ണിലാണ് അത് ഉണ്ടാകുന്നത്. എന്നിട്ടും അതിൻ്റെ രുചിക്കും അതിൻ്റെ ഘടനയ്ക്കും അതിൻ്റെ രൂപത്തിനും അതിൻ്റെ നിറത്തിനും ഒക്കെ വ്യത്യാസമുള്ളൂ എന്നത് അത്ഭുതമാണ് എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിൻ്റെ രുചിക്ക് പോലും അതിൻ്റെ ടേസ്റ്റിന് പോലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ആപ്പിളിൻ്റെ ടേസ്റ്റ് അല്ല ഓറഞ്ചിനുണ്ടാവുക, ഓറഞ്ചിൻ്റെ ടേസ്റ്റ് അല്ല മുന്തിരിക്കുണ്ടാകുക. ഇതൊക്കെ വ്യത്യസ്തമാണ്. ഇതൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ടെന്നാണ് അള്ളാഹു പറയുന്നത്. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ജീവജാലങ്ങളുടെയൊക്കെ വ്യത്യസ്തം. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. മനുഷ്യരൊക്കെ അവരുടെ മുഖത്തിന് വ്യത്യാസം ഉണ്ടാകും, അവരുടെ എല്ലാ കാര്യങ്ങളിലും വ്യത്യാസമുണ്ടാകും. അവരുടെ വിരലടയാളം, ലോകത്ത് എത്ര കോടി മനുഷ്യർ മരണപ്പെട്ടു പോയി, എത്ര കോടി മനുഷ്യർ ജീവിക്കുന്നു, ഇവരൊക്കെ ഒരേ പോലുള്ള വിരലടയാളമുള്ള രണ്ടാളുകൾ ഉണ്ടാവുകയില്ല അല്ലേ? അതൊക്കെ നമുക്ക് തമ്പ്, അതാണ് നമ്മൾ കാണുന്നത്. അവിടെയൊക്കെ വ്യത്യസ്തത, എല്ലാത്തിലും വ്യത്യസ്തം. അത്രയും ഭാഗം പോലും, ആ വിരലിൻ്റെ ഭാഗം പോലും ഏതെങ്കിലും എത്രയോ കഴിവുള്ള ഒരു കലാകാരൻ വിചാരിച്ചാൽ പോലും ഒരുപോലെ വരയ്ക്കാൻ സാധ്യമല്ല. എന്നാൽ ലോകത്തെ ഇത്രയും സൃഷ്ടിപ്പിൽ ഇത്രയും മനുഷ്യരുടെയും ഈ വിരലടയാളം വ്യത്യസ്തമാകുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം സൂറത്തുൽ ഇൻസാനിൽ അള്ളാഹു അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം അത്ഭുതമാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് എന്ന് നമുക്കാണ്. സൂറത്തുൽ ഖിയാമയിൽ അത് കാണാം. അപ്പം സഹോദരങ്ങളെ, അതൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. മനുഷ്യരുടെ കണ്ണുകൾ വ്യത്യസ്തമാണ്. കണ്ണുകളൊക്കെ അടയാളമായി ഉപയോഗിക്കുന്നതായി കാണാൻ സാധിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു മോഷണമൊക്കെ നടന്നാൽ അവിടെ ഈ പറഞ്ഞതുപോലെ അടയാളങ്ങൾ, ഒരു മുടി കിട്ടിയാൽ പോലും ആളുകളെ തിരിച്ചറിയാൻ സാധിക്കുന്ന അത്തരം സംവിധാനങ്ങളുണ്ട്. ഫോറൻസിക് വിഭാഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട പരിശോധനകളിൽ ആളുകളെ വ്യക്തമാവും എന്ന നിലയ്ക്ക് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ വ്യത്യസ്തമായ ഓരോ മനുഷ്യനും പല നിലക്കുള്ള വ്യത്യസ്തത സംവിധാനിച്ച റബ്ബ്, അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് ഈ സൃഷ്ടിപ്പ്, ഈ പ്രപഞ്ചത്തിൻ്റെ വൈവിധ്യം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് മണ്ണുകൾ വ്യത്യസ്തമാണ്. ചില സ്ഥലത്ത് ചില നിറങ്ങൾ വ്യത്യസ്തമാണ്. മരുഭൂമി, അവിടെ ഉണ്ടാകുന്ന മരങ്ങൾ വ്യത്യസ്തമാണ്. അല്ലാത്ത മണ്ണ്, നമ്മുടെ നാട്ടിൽ ഈ ആപ്പിൾ പോലത്തെ ഫലങ്ങൾ ഉണ്ടാവില്ല, അത് കാശ്മീരാണ്. കാശ്മീർ പോലത്തെ സ്ഥലങ്ങളിലാണ് അതുണ്ടാവുക. ഇവിടെ കൂടുതൽ തെങ്ങാണ് ഉണ്ടാകുക. അങ്ങനെയൊക്കെയുള്ള ഒരേ ഭൂമിയിൽ തന്നെ വ്യത്യസ്തങ്ങളായ വൈവിധ്യമാറുന്ന സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെയൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള റബ്ബ് മനുഷ്യരിലും ജീവജാലങ്ങളിലുമൊക്കെ ഈ വ്യത്യസ്തമുള്ളത് ചിന്തിക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞു. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. തീർച്ചയായും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അള്ളാഹുവിൻ്റെ അടിമകളിൽ അൽ ഉലമാ, യഥാർത്ഥ പണ്ഡിതന്മാരാണ്. ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ. അള്ളാഹു നിശ്ചയമായും പ്രതാപശാലിയും വളരെ പൊറുക്കുന്നവനുമാകുന്നു. കാരണം അറിവ് എന്ന് പറയുന്ന, അള്ളാഹു ഈ ആയത്തിലൂടെ വിശദീകരിക്കുന്ന ആശയം, അറിവ് എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ പഠിക്കുക എന്നതല്ല. പലതരത്തിലുള്ള അറിവുകളുള്ള ആളുകളുണ്ട്. ഭൗതികമായൊക്കെ ഉന്നതമായ വിദ്യാഭ്യാസം നേടി കരസ്ഥമാക്കി അതിലൊക്കെ ഒരുപാട് സ്ഥാനങ്ങൾ നേടിയെടുത്ത, ഒരുപാട് ചവിട്ടുപടികൾ ചവിട്ടിക്കയറിയ, ഉന്നതികൾ കരസ്ഥമാക്കിയ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ അതൊന്നും യഥാർത്ഥ അറിവ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. യഥാർത്ഥ അലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുകയും അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അള്ളാഹുവിനെ പേടിക്കുന്ന, ഭയപ്പെടുന്ന പണ്ഡിതന്മാർ, ഹസനുൽ ബസരിയെ പോലെ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയത് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയാൻ അദൃശ്യമായ രൂപത്തിൽ റബ്ബിനെ ഭയപ്പെടുകയും അതിനനുസരിച്ചുകൊണ്ട് അവൻ ജീവിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ ആലിമീങ്ങൾ, യഥാർത്ഥ പണ്ഡിതന്മാർ, അവരാണ് അള്ളാഹുവിനെ അറിഞ്ഞ് യഥാർത്ഥ അറിവ് കരസ്ഥമാക്കിയവർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പഠിക്കുന്നു ഭൗതികമായിട്ട്. ഇപ്പോൾ പഠനം തന്നെ വിദ്യാഭ്യാസം നേടുമ്പോൾ അറിവ് എന്ന് പറയുന്നത് പല രൂപത്തിലുണ്ട്. ഏറ്റവും താഴ്ന്ന വിജ്ഞാനമുണ്ട്, അതുപോലെ മധ്യമപരമായ വിജ്ഞാനമുണ്ട്. താഴ്ന്ന വിജ്ഞാനം എന്ന് പറഞ്ഞാൽ കായിക വിജ്ഞാനങ്ങളാണ്. മധ്യമ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കുന്ന ഇന്നത്തെ സയൻസും അതുപോലെയുള്ള ഭൗതികമായ എല്ലാ അറിവുകളുമാണ്. എന്നാൽ ഏറ്റവും ഉന്നതമായ വിജ്ഞാനം മഅരിഫത്തുൽ, അള്ളാഹുവിനെ കുറിച്ചും അവൻ്റെ പ്രവാചകനെ കുറിച്ചും പ്രവാചകന്മാർ പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിനെ കുറിച്ചും അതിൻ്റെ വിധിവിലക്കുകളെ കുറിച്ചുമൊക്കെ പഠിക്കുന്ന അറിവാണ് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ്. ആ അറിവ് നേടാത്ത മറ്ററിവും അത് നേടാത്ത, അള്ളാഹുവിനെ ഭയപ്പെടാത്ത ബാക്കി എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞിട്ടും ഒരു വിലയും നിലയും അള്ളാഹുവിൻ്റെ മുന്നിൽ അവർക്കുണ്ടാവുകയില്ല എന്നുള്ളതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടാത്തവർ,
അതാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നത്. ഇനി ദീനിയായി പഠിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടാത്തവരാണെങ്കിലോ അവർക്കും ഒരു പ്രയോജനമില്ല. അവരിനി എത്ര വലിയ ആലിമാണ് പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളായി മാറുമ്പോഴാണ് യഥാർത്ഥ ആലിമ്യങ്ങളായി അവർക്ക് മാറാൻ സാധിക്കുക. അവർ തന്നെയാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുക. കൂടുതൽ പഠിക്കുമ്പോൾ അതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ വിനയവും താഴ്മയും അതുപോലെ തന്നെ ഒക്കെ അത്തരം ആളുകൾക്കുണ്ടാകുമെന്നാണ് പറയുന്നത്. അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ്. അള്ളാഹുവിൻ്റെ ഓർമ്മ വിട്ട് തിരിഞ്ഞു പോവുകയും ഐഹിക ജീവിതത്തെ ഉദ്ദേശിക്കാതിരിക്കുകയും ചെയ്തവരിൽ നിന്ന് വിട്ടുമാറുക, അറിവിൽ നിന്നുമുള്ള അവരുടെ ആകെത്തുക അതാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ നജ്മിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ ആ നിലക്ക് അറിയേണ്ടതായ അറിവ് അതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ലൗ തഅലമൂന മാ അലം ലളഹിഖ്തും ഖലീലൻ വലബഖൈതും കസീറ. ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, കാരണം ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ അറിഞ്ഞത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, പരലോകത്തെ മനസ്സിലാക്കിയത്. ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു എന്നാണ്. പക്ഷെ നമ്മളൊക്കെ കൂടുതൽ ചിരിക്കുകയും കുറച്ച് കരയുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം യഥാർത്ഥ അറിവുകൾ അതിൻ്റെ യാഥാർത്ഥ്യ രൂപത്തിൽ മനസ്സിലാക്കാൻ നമുക്കിപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതിൻ്റെ അർത്ഥമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക, അതാണ് ഏറ്റവും വലിയ അറിവ്. അതിലേക്ക് പഠിക്കുകയും അതാണ് ഖുർആൻ്റെ ആശയങ്ങൾ പഠിക്കുകയും അതിലൂടെ അള്ളാഹുവിനെ ഭയപ്പെടാനും റബ്ബിലേക്ക് എത്തിപ്പെടാനും ഒക്കെ സാധിക്കണം. അത്തരം വിശ്വാസികളിൽ നമ്മൾ എത്തണമെന്നാണ് ഈ ആയത്തിലൂടെയൊക്കെ അതിൻ്റെ ഒരാശയമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അടുത്ത 29-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ യർജൂന തിജാറത്തൻ ലൻ തബൂറ. അള്ളാഹു പറയുന്നത്, ഇന്നല്ലദീന നിശ്ചയമായും ഏതൊരു കൂട്ടരായ ആളുകൾ, യത്ലൂന അവർ പാരായണം ചെയ്യുന്നു, അവർ ഓതുന്നു, കിതാബ് അല്ലാഹി അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തെ അഥവാ പരിശുദ്ധ ഖുർആനിനെ, വഖാമു അവർ നിലനിർത്തുകയും ചെയ്തു, അസ്വലാത്ത നമസ്കാരത്തെ, വഅൻഫഖൂ ചിലവഴിക്കുകയും ചെയ്യുന്നു, മിമ്മാ റസഖ്നാഹും അള്ളാഹു അവർക്ക് നൽകിയതിൽ നിന്ന്, സിർറൻ രഹസ്യമായി, വഅലാനിയതൻ പരസ്യമായും, യർജൂന അവർ ആഗ്രഹിക്കുന്നു, അവർ പ്രതീക്ഷിക്കുന്നു, തിജാറത്തൻ ഒരു വ്യാപാരം, ഒരു കച്ചവടം, ലൻ തബൂറ ഒരിക്കലും നഷ്ടം വരാത്തൊരു കച്ചവടമാണ് അവരതുകൊണ്ട് ആഗ്രഹിക്കുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. നിശ്ചയമായും അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തെ യഥാവിധം പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയും അതോടൊപ്പം നമസ്കാരം നിലനിർത്തുകയും തങ്ങൾക്ക് നൽകിയതിൽ നിന്ന് രഹസ്യവും പരസ്യവുമായും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നതേയല്ലാത്ത, തീർന്നു പോകുന്നതേയല്ലാത്ത, അവസാനിക്കാത്ത ഒരു വമ്പിച്ച ഒരു വ്യാപാരത്തെയാണ്, ഒരു കച്ചവടമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരാഗ്രഹിക്കുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ലിയോഫിയഹും എന്നിട്ട് അള്ളാഹു പറയാണ്, അവർക്ക് നിറവേറ്റി കൊടുക്കാൻ, അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം ആളുകൾക്ക് നിറവേറ്റി കൊടുക്കാൻ വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്. ഉജൂറഹും അവർ ചെയ്തതിൻ്റെയൊക്കെ പ്രതിഫലങ്ങളെ, വയസീദഹും തങ്ങൾക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, മിൻ ഫളിലിഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന്, അവൻ്റെ ഫളിലിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ദയവിൽ, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന്, ഇന്നഹു നിശ്ചയമായും അള്ളാഹു ഗഫൂറുൻ ഏറെ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, ഷക്കൂറുൻ വളരെ നന്ദിയുള്ളവനുമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. കാരണം തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്, അവർക്ക് തങ്ങളുടെ പ്രതിഫലങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുവാനും അവൻ്റെ ദയാനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുവാനും വേണ്ടി ആണ് അവർ ഈ പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ പ്രവർത്തനങ്ങൾ? ഖുർആൻ്റെ പാരായണവും നമസ്കാരവും അതുപോലെ സ്വതക്കയും സകാത്തുമൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. നിശ്ചയമായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും വളരെ നന്ദിയുള്ളവനുമാണ്. അള്ളാഹു അതൊക്കെ അവർക്ക് വർദ്ധിപ്പിച്ച് ആ അനുഗ്രഹത്തിൽ നിന്ന് നൽകുമെന്ന് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഈ ആയത്തിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഖുർആനിൻ്റെ പാരായണം. യത്ലൂന കിതാബ് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തെ ഇവിടെ പാരായണം എന്ന് പറഞ്ഞത് കേവലമായ പാരായണത്തെ അല്ല. യത്ലു എന്ന പദത്തിനെ അതിനെ പിന്തുടരുക എന്നാണ്. ഖുർആനിനെ ജീവിതമാക്കി മാറ്റുക, ജീവിതത്തിൻ്റെ ഭരണഘടനയാക്കി ഖുർആനെ മാറ്റുക, ജീവിതത്തിൻ്റെ പതിപ്പുകളെ ഖുർആൻ്റെ പതിപ്പുകളായി ജീവിക്കുക.
കാന ഖുലിഖുൽ ഖുർആൻ. ഖുർആനാണ് പ്രവാചകന്റെ ജീവിതം. അതുപോലെ എല്ലാ നടത്തവും ഇരുത്തവും പ്രവർത്തനങ്ങളും ജീവിതവും സംസാരവും ഇടപെടലുകളും എല്ലാം ഖുർആനായി മാറുക എന്നതാണ്. അതുകൊണ്ട് യത്ലൂന എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ പാരായണം എന്ന് പറഞ്ഞാൽ സാധാരണ പാരായണം ചെയ്യുകയും അവിടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുകയും ചെയ്യുന്ന പാരായണമല്ല. മറിച്ച് ആ പാരായണം അവരത് പഠിക്കുകയും അത് ചെയ്തത്. സഹാബത്ത് അങ്ങനെയായിരുന്നു. 10 ആയത്ത് പഠിച്ചാൽ 10 ആയത്ത് ജീവിതത്തിൽ പകർത്തും, എന്നിട്ടാണ് അടുത്ത 10 ആയത്ത് പഠിക്കുക എന്നതുപോലെ ഓരോ ആയത്തും പഠിക്കുകയും അത് പുനർവിചിന്തനം ചെയ്യുകയും അത് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടാണ് അവർ പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള അവരുടെ സമീപനത്തെ കാണാൻ. അതാണ് അഹ്ലുൽ ഖുർആൻ. അവരാണ് അള്ളാഹുവിൻ്റെ ആളുകൾ, ഖുർആനിൻ്റെ ആളുകൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഖുർആനുമായി ഏറ്റവും നല്ല സമീപനം സമീപിച്ച ആളുകൾ. അതൊരിക്കലും നഷ്ടപ്പെടാത്ത കച്ചവടമാണ്. അതൊരു കാര്യമായി അള്ളാഹ് പറഞ്ഞു. അതോടൊപ്പം രണ്ടാമത്തത് പറഞ്ഞത് അഖാമുസ്സലാ, നമസ്കാരം നിർവഹിക്കുക, നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ജീവിതം അതായി മാറുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതേ ആശയത്തിൽ അവരെന്ത് ചെയ്യാണ്, മുന്നോട്ട് പോകുന്നവരാണ് എന്ന് നമുക്ക് കാണാം. നമസ്കാരത്തിൻ്റെ തണലിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ് എന്നാണ് അതുകൊണ്ട് അള്ളാഹു വിശദീകരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂന്നാമത്തെ കാര്യമായി പറഞ്ഞത് അവർ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കും. രഹസ്യമായും ചെലവഴിക്കും, പരസ്യമായും ചെലവഴിക്കും. ഹർഷിൻ്റെ തണൽ കിട്ടുന്ന ആളുകളെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ തണലല്ലാത്ത ഒരു തണലും കിട്ടാത്ത പരലോകത്ത് വെച്ചിട്ട് അള്ളാഹുവിൻ്റെ തണൽ കിട്ടുന്ന 7 വിഭാഗം ആളുകളിൽ ഒന്ന് വലം കൈ കൊടുക്കുന്നത് ഇടതും കൈ അറിയാത്ത രഹസ്യമായി ദാനധർമ്മം ചെയ്യുന്ന ആളുകളാണ്. അത്തരം ദാനങ്ങളും ചെയ്യും, എന്നാൽ പരസ്യമാക്കേണ്ട സ്ഥലത്ത് പരസ്യമാക്കുകയും ചെയ്യും. ആ നിലക്ക് രഹസ്യവും സിർറം വഅലാനിയ, രഹസ്യമായും പരസ്യമായും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർക്ക് അള്ളാഹു നൽകിയത്, ആ സ്വത്ത് അവരുടേതല്ല, അത് അള്ളാഹു നൽകിയതാണ്. അതും പാവപ്പെട്ടവൻ്റെ അവകാശങ്ങൾ സക്കാത്ത് അത് കൊടുക്കണം, നിർബന്ധ സക്കാത്ത് കൊടുക്കണമെന്നും അതുപോലെ സ്വതക്കുകളുമൊക്കെ കുടുംബ ബന്ധമുള്ളവർക്കും അഗതികൾക്കും അനാഥകൾക്കും വഴിപോക്കനും പ്രയാസപ്പെടുന്നവനുമൊക്കെ നൽകാൻ മാത്സര്യം കാണിക്കുകയും അതിലൊക്കെ ഒരു പിശുക്ക് ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന അത്തരം ആളുകളെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ ഈ ഗുണങ്ങളൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് പ്രതിഫലം അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, അവരുടെ പാവങ്ങൾ പൊറുക്കും. അള്ളാഹു ഏറെ നന്ദിയുള്ളവനാണ്. കാരണം അള്ളാഹു നമുക്കൊക്കെ നൽകിയത് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചല്ലോ അള്ളാഹു നമുക്ക് നൽകിയത്. നമ്മൾ അള്ളാഹു നൽകുന്ന ഓരോ അനുഗ്രഹവും നമ്മൾ എത്ര ചെയ്താലും അതിന് പകരമാവുകയില്ല. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനും സാധ്യമല്ല. അപ്പോൾ അത്രമേൽ അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു ഉണ്ടാകുമ്പോൾ തീർച്ചയായും പരലോകത്ത് ചെല്ലുമ്പോൾ സത്യവിശ്വാസികൾക്ക് എപ്രകാരം അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് സദുദ്ദേശത്തോടു കൂടി എല്ലാ സൽക്കർമ്മങ്ങളെ അള്ളാഹു നന്ദിപൂർവ്വം സ്വീകരിക്കുകയും അത് വളർത്തിക്കൊണ്ടുവരികയും ഓരോ പ്രവർത്തനത്തിന് ഇരട്ടിയായി പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും. റമളാനൊക്കെ അത്തരം അവസരങ്ങളാണ്. ഓരോ നന്മകൾക്കും എത്രയോ ഇരട്ടിയായി പ്രതിഫലങ്ങൾ നൽകപ്പെടാനുള്ള വലിയ ഓഫറുകൾ നൽകപ്പെടുന്ന ദിവസമായിട്ടാണ് അള്ളാഹു ഈ ദിവസങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രഹസ്യമായി ചെലവഴിക്കുക, പരസ്യമായി ചെലവഴിക്കുക ഒക്കെ അത് സത്യവിശ്വാസികളുടെ നല്ല ഗുണമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ വിശദീകരിച്ചിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു 31-ാമത്തെ ആയത്ത് 32 ഈ 2 ആയത്തുകളിൽ പഠിപ്പിക്കുന്നത് വല്ലദി ഔഹൈന ഇലൈക്, അള്ളാഹ് പറയാണ് വല്ലദി ഔഹൈന ഇലൈക മിനൽ കിതാബി, വേദഗ്രന്ഥത്തിൽ നിന്ന് കിതാബിൽ നിന്ന് നിനക്ക് നാം വഹി ബോധനം നൽകിയിട്ടുള്ളതോ, ഹുവൽ ഹക്ക് അതാണ് യഥാർത്ഥം, മുസദ്ദിഖൻ സത്യമാക്കിക്കൊണ്ട് ശരിവെക്കുന്ന നിലയിൽ, ലിമാ ബൈന യദൈഹി അതിൻ്റെ മുമ്പിലുള്ളതിനെ, ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ബി ഇബാദിഹി തൻ്റെ അടിയാന്മാരെ പറ്റി ലഖബീർ സൂക്ഷ്മജ്ഞാനി തന്നെയാണ്, ബസീർ അല്ലാഹു എല്ലാം കാണുന്നവനുമാണ്. സുമ്മ ഔറസിന പിന്നെ നാം അനന്തരം നൽകി അവകാശപ്പെടുത്തി അൽ കിതാബ വേദഗ്രന്ഥത്തെ, അല്ലദീന സ്തഫൈന നാം തിരഞ്ഞെടുത്തവർക്ക്, മിൻ ഇബാദിന നമ്മുടെ അടിയാന്മാരിൽ, വമിൻകും എന്നാൽ അവരിലുണ്ട്, വാലിമുൽ ലിനഫ്സിഹി തന്നോട് അക്രമം ചെയ്തവർ, വമിൻഹും അവരിലുണ്ട്, മുഖ്തസിദുൻ മിതം പാലിക്കുന്നവനുമുണ്ട്, വമിൻഹും അവരിലുണ്ട്, സാബിക്കുൻ മുൻകടന്നവനുമുണ്ട്, ബിൽ ഖൈറാത്തി സൽക്കർമ്മങ്ങൾ കൊണ്ട് നന്മകൾ കൊണ്ട്, ബി ഇദിനില്ലാഹി അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം സമ്മതപ്രകാരം, ദാലിക ഹുവ അത് തന്നെയാണ് അൽ ഫളിലു അനുഗ്രഹം, അള്ളാഹുവിൻ്റെ ദയവ്
ശ്രേഷ്ഠത, അൽ കബീർ വലുതായ. ഈ ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഈ നമ്മളുടെ ലേന്തി ഖുർആൻ ഇപ്രാവശ്യം പഠിക്കാനുള്ള ആ തഫ്സീറുൽ ഖുർആൻ വിവരണം വെച്ച് പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 31-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് വല്ലദീ ഔഹൈന ഇലൈക എന്നതിൻ്റെ അർത്ഥം വാക്കർത്ഥം കൊടുത്തെടുത്ത് അത് അച്ചടി പെശ കൊണ്ട് തെറ്റിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ശ്രദ്ധിക്കണം. സുമ്മ ഔറസ്ന എന്നത് സ്ഥലത്ത് അർത്ഥം കൊടുത്തിരിക്കുന്നത് അല്ലദീ ഔഹൈന എന്നതിൻ്റെ അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. 31-ാമത്തെ ആയത്തിൻ്റെ വാക്കർത്ഥത്തിൻ്റെ തുടക്ക ഭാഗം വല്ലദീ ഔഹൈന ഇലൈക മിനൽ കിതാബി എന്നതിൻ്റെ വാക്കർത്ഥം കൊടുത്തെടുത്ത് ചെറിയ അച്ചടി പെശ കൊണ്ട് എന്നത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് വേദഗ്രന്ഥത്തിൽ നിന്ന് നാം നിനക്ക് ബോധനം നൽകിയിട്ടുള്ളതായ കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ മുമ്പിലുള്ളതിനെ അഥവാ പൂർവ്വ വേദഗ്രന്ഥങ്ങളെ, മുൻ പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെ സത്യമാക്കിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് അതിൽ കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ സത്യപ്പെടുത്തിയെന്നല്ല, മറിച്ച് അതിൻ്റെ മുൻപേ ഏകദൈവാരാധനയുടെ വിഷയത്തിൽ അതുപോലെ ധാർമ്മികമായ കാര്യങ്ങളിലൊക്കെ മുൻ വേദങ്ങൾ പറഞ്ഞ അതേ സത്യം, ആ സത്യത്തെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നിശ്ചയമായും അള്ളാഹു അവൻ്റെ അടിയാന്മാരെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമാകുന്നു എന്നാണ്. പൂർവ്വ ഗ്രന്ഥങ്ങളെയും മുൻ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത യഥാർത്ഥ ആശയങ്ങളെ ശരിവെച്ചും അത് സത്യമാണെന്ന് സ്ഥാപിച്ചുകൊണ്ടുമാണ് പരിശുദ്ധ ഖുർആൻ ഇന്നും നിലകൊള്ളുന്നത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തതും അവിടുന്ന് പ്രബോധനം ചെയ്യുന്നത് എന്നുകൊണ്ടും ഒരിക്കലും അവിടെ അവസാനിച്ചു തീരുന്നില്ല, മറിച്ച് ആ സന്ദേശം അനന്തരാവകാശമായി. അതാണ് അള്ളാഹു അടുത്ത ആയത്തിൽ പറഞ്ഞത് സുമ്മ ഔറസ്നൽ കിതാബ. ആ വേദഗ്രന്ഥത്തെ അതിൻ്റെ അടിയാന്മാർക്ക് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? അതൊരു അനന്തരമായി അവരേറ്റെടുക്കുകയാണ്. എന്നിട്ട് അതിങ്ങനെ അവർ പഠിക്കുകയും മനസ്സിലാക്കുകയും എന്നിട്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് അവർ സംസ്കരിക്കപ്പെടുന്നത്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമ സമൂഹമായി അവർ മാറുന്നത് അങ്ങനെയാണ് മാറിയിട്ടുള്ളത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട്, അവരിൽ മിൻഹും ളാലിമുൻ നഫ്സി, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച ഒരു കൂട്ടരായ ആളുകളുണ്ട്. മിൻഹും മുഖ്തസിദുൻ, അതുപോലെ മധ്യമ നിലപാട് സ്വീകരിച്ചവരുണ്ട്. മിൻഹും സ്വാബിക്കും ബിൽ ഖൈറാത്ത്, സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറിയവരുണ്ട് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം. ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ, എന്നാൽ അതാണ് ഏറ്റവും മുൻകടന്നവരെ, അതത്ര വലുതായ അനുഗ്രഹം, യഥാർത്ഥ യോഗ്യത എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അള്ളാഹു ഈ ആയത്തിലൂടെ പറയുന്നത് 3 വിഭാഗം, അഥവാ ഈ സമുദായം ലോകാവസാനം വരെ നിലനിൽക്കുമ്പോഴും പല കോട്ടങ്ങൾ അവർക്ക് സംഭവിച്ചാലും ഒക്കെ ഈ സമുദായം ഇങ്ങനെ നിലനിൽക്കും. എന്നാൽ മൊത്തത്തിൽ അവരിൽ 3 തരക്കാരായ ആളുകളെ കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചവർ, ളാലിമുൻ ലിനഫ്സിഹി എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മിതം പാലിക്കുന്നവർ രണ്ടാമത്തെ കൂട്ടർ. മൂന്നാമത്തത് സൽക്കർമ്മങ്ങളുമായി മുൻകടക്കുന്നവർ, സാബിക്കും ബിൽ ഖൈറാത്ത്. ഇതിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ നിർബന്ധ കടമകൾ കാര്യത്തിൽ കുറേയേറെ വീഴ്ച വരുത്തുകയും നിരോധിക്കപ്പെട്ട ഹറാമുകളൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ. അവരാണ് ളാലിം നഫ്സി, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവർ, അതിക്രമികാരികളായ ളാലിമീങ്ങളായ ആളുകൾ. അവർക്ക് പാലിക്കേണ്ട കാര്യങ്ങൾ അവർ പാലിക്കാതിരിക്കുകയും അതുപോലെ തന്നെ അവർക്ക് നിർബന്ധ കടമകൾ വീഴ്ച വരുത്തുന്നതോടൊപ്പം നിരോധിക്കപ്പെട്ട, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാണ്. അവർ അക്രമം ചെയ്തവരാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം ഈ ഉമ്മത്തിൽ പറഞ്ഞത് നിർബന്ധ കടമകളെ മുഴുവനായി നിർവഹിക്കുന്നവരും നിഷിദ്ധ കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നവരുമാണ്. പക്ഷേ അവർക്കുള്ള ചിലപ്പോഴൊക്കെ മതത്തിൽ തൃപ്തികരങ്ങളായ പുണ്യകർമ്മങ്ങളായ കാര്യങ്ങളെ ഉപേക്ഷിക്കുകയും സുന്നത്തായ കാര്യങ്ങളെ തിരസ്കരിക്കുകയും ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന, തൃപ്തികരങ്ങളല്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തേക്കുന്ന ചില ആളുകൾ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മുഖ്തസിദ് എന്ന് പറഞ്ഞ വിഭാഗം. എന്നാൽ മൂന്നാമത്തെ ഒരു വിഭാഗം പറഞ്ഞത് നിർബന്ധ കടമകളെല്ലാം നിർവഹിക്കുകയും മതത്തിൽ തൃപ്തികരങ്ങളായ മറ്റു കാര്യങ്ങൾ നിർവഹിക്കുകയും നിഷിദ്ധമായതിനെ തൃപ്തികരമല്ലാത്തതിനെയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന, അതാണ് സാബിക്കും ബിൽ ഖൈറാത്ത് എന്ന് പറയുന്നത്. സാരിഉ ഇലാ മഹ്ഫിറ, അള്ളാഹുവിൻ്റെ പാവമോചനത്തിലേക്ക് മുന്നേറിയ സ്വഹാബത്തിനെ പോലെയുള്ള സത്യവിശ്വാസികളായ ആളുകൾ. ഈ പറഞ്ഞ വിഭാഗമാണ് ഏറ്റവും ഉയർന്ന പദവിയിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് അള്ളാഹുവിൻ്റെ അനുമതി അനുസരിച്ചാണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. അള്ളാഹുവിൻ്റെ സഹായവും
അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ഒക്കെ അവർക്ക് ലഭിച്ചുകൊണ്ടാണ് അവരിങ്ങനെ നിലനിൽക്കുന്നത്. ധാരാളം സൽക്കർമ്മങ്ങൾ അവർ ജീവിതത്തിൽ ചെയ്യും, കിട്ടുന്ന അവസരങ്ങളൊക്കെ മുതലാക്കും, മാക്സിമം സുന്നത്തായ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ, തീർച്ചയായും അവരാണ് ഖുർആനിൻ്റെ അനന്തര അവകാശം ഏറ്റെടുത്തവർ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അത്തരം ആളുകളിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കും.